ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിജ അച്ഛൻ്റെ അസുഖ വിവരമൊക്കെ അറിഞ്ഞ് ആകെ ടെൻഷനും വിഷമവും ഒക്കെയാണ് കേട്ടോ. അച്ഛനെയും കൊണ്ട് കൂട്ടി വരുന്ന വഴി തന്നെ ഒരു കടയിൽ കയറി അച്ഛനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഭൂമിജ വരുന്നത്. അച്ഛൻ അറിയുന്നില്ല കേട്ടോ, രഹസ്യമായിട്ടാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായ കാരണം അമ്മ ചോദിക്കുകയും ചെയ്യാണ്, എന്താ ഇത്രയും ലേറ്റായതെന്ന്. അപ്പോൾ ഭൂമിജ പറയുന്നുണ്ട്, ഓ അത് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞുമൊക്കെ വന്നപ്പോൾ ലേറ്റായി പോയതാ. എന്നിട്ട് അമ്മയുടെ നോത്ത് നോക്കിയിട്ടൊന്ന് കണ്ണണിക്കുന്നുണ്ട് കേട്ടോ ഭൂമിജ. ആഹാ, എന്താന്ന് വെച്ചാൽ അച്ഛനൊരു കാര്യം ചെയ്യും, നേരെ പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് വാന്ന് പറഞ്ഞ് അച്ഛനെ തള്ളി ഉന്തി വിടുക കേട്ടോ. അപ്പോൾ അമ്മ നോക്കുകയാണ്. എന്നിട്ട് ഭൂമിച്ചെടുത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടി എന്തോ കള്ളത്തരമുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, അച്ഛൻ പോയിട്ട് വന്നേ. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോവാട്ടോ. ആ സമയത്ത് ഭൂമിജ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്തായി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അമ്മ പറയണ്ട, എല്ലാം നീ പറഞ്ഞതുപോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനൊന്നിങ്ങ് വന്നോട്ടെ. ഇതെന്താടി കയ്യിൽ? ഇത് അച്ഛനുള്ള ഡ്രസ്സാണ്, അച്ഛൻ പുതിയത് ഞാൻ എടുത്തതാ. ഓ ചുമ്മാതല്ല ഇത്രയൊക്കെ താമസിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് പറയാം, അച്ഛാ ഇതൊന്ന് പോയി ഇട്ടേച്ചും കൂടെ വരണേ. അതെന്താടി, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല, ഞാൻ വെറുതെ, അച്ഛൻ വിട്ടിട്ട് വാ. അങ്ങനെ അച്ഛൻ പോയി കുളിച്ച് ഫ്രഷായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ഭൂമിജ ഓടിപ്പോയിട്ട്, ആഹാ കൊള്ളാലോ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അച്ഛനെയും കൂട്ടിയിട്ട് നേരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകട്ടോ, കണ്ണ് പൊത്തിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ മുറിയാണെങ്കിലേ ആകെ കട അലങ്കരിച്ച് വെച്ചിരിക്കുക. അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതാട്ടോ. എന്നിട്ട് കണ്ണ് പൊത്തി അവിടെ കൊണ്ട് പോയിട്ട് പറയാം, അച്ഛാ കണ്ണൊന്ന് തുറന്നേന്ന്. അപ്പോഴാണ് അച്ഛൻ അന്തം വിട്ട് പോകട്ടോ. മുറിയെല്ലാം അലങ്കരിച്ച് കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചേക്കണം. ഇത് കാണുമ്പോൾ തന്നെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് മോളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇതായിരുന്നല്ലേടി രഹസ്യമാക്കി നീ വെച്ചിരുന്നത്, പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തന്നത്? പിന്നല്ലാതെ ഞാനിതൊക്കെ മറക്കുമോ അച്ഛാ? എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അയലോക്കത്തുള്ള ആളും അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ ഗസ്റ്റായിട്ട്. അതും കൂടെ കാണുമ്പോൾ ആഹാ, ഭൂമിജയുടെ അച്ഛന് ഭയങ്കര സന്തോഷമായി. ഒന്നാമതേ അച്ഛൻ ഇങ്ങനൊരു അസുഖക്കാരനായി, അത് നമ്മുടെ ഭൂമിജയ്ക്ക് താങ്ങാനാവുന്നില്ല. മാക്സിമം അച്ഛനെ എൻജോയ് ചെയ്യിക്കുക, അതായിരുന്നു ഉദ്ദേശം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യും, വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. വന്നവരെല്ലാവരും പ്രസൻറ്റ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുമ്പോൾ ഭൂമിജ അവരെയൊക്കെ ഇത്തിരി സ്നേഹത്തോടെ ശാസിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലും കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ള വീടുകളാണ് പാവങ്ങൾ. അവരൊക്കെ ഇപ്പോൾ ഈ അച്ഛൻ്റെ ബർത്ത്ഡേ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ വാങ്ങി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ എന്തിനാ ഇല്ലാത്ത കാശ് ചിലവാക്കിയെന്നും പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവരെയും ശാസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയാം, അതൊന്നും കുഴപ്പമില്ലെന്നേ, ഇത് ഇവിടുത്തെ ഇങ്ങനെ ഒരു ആവശ്യം വിളിക്കുമ്പോൾ സന്തോഷത്തോടെ കൊണ്ടുവരാനും തരാനും കൊടുക്കാനും ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളതെന്ന് പറഞ്ഞാൽ വരും. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛനും പറയുന്നുണ്ട്, എനിക്ക് ഇത് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഓഹ്, ഞാൻ പെട്ടെന്നൊന്നും മരിക്കില്ലടി, ആയുസോടു കൂടി തന്നെ ഇരിക്കും. അതെ, അങ്ങനെ വേണോ വെച്ചാ? എടി എനിക്ക് നല്ല വിൽ പവറാണ്. ഇനി മരിച്ചു പോകുന്ന പല അസുഖങ്ങളും ഉണ്ടല്ലോ, ക്യാൻസർ പോലുള്ള, അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും ഞാൻ മരിച്ചൊന്നും പോകത്തില്ല കേട്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പം ഈ ഫംഗ്ഷനിടയിൽ തന്നെ അച്ഛൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാമെന്ന് അമ്മ കാണുക കേട്ടോ. പിന്നെ അവിടെ ടെൻഷനായി, ബഹളമായി. അപ്പോൾ പെട്ടെന്ന് ഭൂമിജ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട, അച്ഛന് വേറെ അസുഖങ്ങളൊന്നുമില്ല. ഇന്നാളൊരു ദിവസം ഇതുപോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നപ്പോൾ ഞാൻ കൊണ്ട് കാണിച്ചിരുന്ന അച്ഛൻ ആശുപത്രിയിൽ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ വന്ന് നിന്നവരെയൊക്കെ പറയാം, മോളെ ഇത് നിസ്സാരം പോലെ കാണരുത്, ഒരിക്കൽ കൂടെ ആശുപത്രി കൊണ്ടുപോകണം കേട്ടോ കാണിക്കാൻ. ശരി, ഞാൻ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തോളാം അങ്കിളേന്ന് പറയാം കേട്ടോ. അമ്മ അച്ഛനെ കൊണ്ട് അകത്ത് പോയി കിടത്തെന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളാരും പേടിക്കണ്ട, എനിക്കൊന്നും വരില്ല. അപ്പം വീണ്ടും ഭൂമിയിൽ അച്ഛന് ധൈര്യം കൊടുക്കുക. അച്ഛൻ്റെ ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എപ്പോഴും വേണ്ടത്. എന്തോ അയാൾക്ക് ക്യാൻസർ ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ടും അച്ഛൻ പറയുന്നുണ്ട്, എടി അല്ലെങ്കിൽ തന്നെ എൻ്റെ മനോധൈര്യത്തിനും അത് നോക്കാൻ വേണ്ടിയിട്ടും എനിക്കിപ്പോൾ ക്യാൻസർ തന്നെ വരണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ എനിക്ക് നല്ല പവറാണ്, ഞാൻ അങ്ങനെയും തളർന്നു പോവില്ല, പെട്ടെന്നൊന്നും മരിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ക്ഷീണമുണ്ട്. അങ്ങനെ അമ്മ കൊണ്ടുപോയി കിടത്താണ് കേട്ടോ. ഭൂമിജ പുറത്ത് വന്നിരുന്ന വല്ലാത്ത സങ്കടവും കരച്ചിലും ഒക്കെയാണ്. പിറ്റേ ദിവസം തന്നെ എങ്ങനെയെങ്കിലും എനിക്കൊന്നും അമ്പലത്തിൽ പോകണം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകട്ടെ വഴിപാടിനൊക്കെ. ആ സമയത്ത് അവിടെ സത്യനും വരുന്നുണ്ട്.
അപ്പോൾ സത്യനും വന്ന പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ കാറി കയറുമ്പോഴാണ് ഈ കൊച്ച് സത്യനെ കാണുന്നത്. അങ്കിളേന്ന് പോയി വിളിക്കാട്ടോ. അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഭൂമിജയെ കണ്ട പാടെ എന്തോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ മുതൽ. ആഹാ മോളോ, അതെ എന്താ ഇവിടെ? ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാ. ആർക്ക്? എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാന്ന് പറയാട്ടോ. ആഹാ അത് ശരി, അച്ഛൻ്റെ ആയുസ് അത് പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ കടമയാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കേണ്ടത് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് ഞാൻ അപേക്ഷിക്കാൻ വന്നതാ. ഓ മോളൊന്നും കൊണ്ടും പേടിക്കണ്ടെന്നേ, അച്ഛനൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാം, അയാൾ പോയിട്ട് തിരിച്ച് വന്നിട്ട് പറയാം, മോളെ നിന്നെ കാണുമ്പോഴേക്കേ എനിക്ക് എൻ്റെ മോളെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു മാനറിസവും ആ ഒരു മുഖച്ചായയും ഒക്കെ നോക്കുമ്പോഴേ ആണല്ലേ. അത് ശരി മോളെ, ആ കൊണ്ടുവന്നിരിക്കുന്ന കളഭം എൻ്റെ നെറ്റിലൊന്ന് ഇട്ട് തരാമോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ ഭൂമിജ അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് മോളെക്കുറിച്ച് ഓർക്കുന്നു, ഭാര്യനെക്കുറിച്ച് ആ പഴയ ഓർമ്മകൾ കടന്നു വരുവാണ് കേട്ടോ. അയാളും പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്, എൻ്റെ ഭാര്യയും മോളെ എനിക്ക് തിരിച്ചു തരണം. ബാക്കി എല്ലായിടത്തും ഞാൻ ജയിച്ചു, ഞാനൊരു കൊലപാതകം ചെയ്തിട്ടില്ല, അതുപോലും കോടതിയിൽ എനിക്ക് തെളിയിച്ച് ജയിച്ച് കയറി വരാൻ പറ്റി. പക്ഷേ ഇവിടെ ഞാൻ തോറ്റുപോയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴാണല്ലോ ഭൂമിജയെ കാണുന്നത്. അതും കൂടെ ആയപ്പോൾ അയാളുടെ മകളെ തിരിച്ച് കിട്ടിയൊരു സന്തോഷം പോലെയാണ് അയാൾ കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ അജയനാണെങ്കിൽ നൈനികയുടെ ഒരു ഓർമ്മയിലാണ്. കാരണം അഞ്ജനയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് സമ്മതമല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നൈനികയുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ ആ ഒരു സീനൊക്കെ നമ്മൾ അജയ് അവിടെ നിന്ന് ഓർത്തെടുക്കാൻ കേട്ടോ. കാരണം അജയും നൈനികയും നല്ലൊരു ഫ്രണ്ടായിരുന്നു. അവസാനം നൈനിക തന്നെ ചോദിക്കണം, അജയന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഇരുന്നൊരു സുപ്രഭാതത്തിലാണ് ഒരു പൂ കൊടുക്കുന്നതും കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. ആദ്യം മുഖമൊക്കെ ഒന്ന് ചുളിവ് കാണിക്കുന്നുണ്ട് നമ്മുടെ നൈനിക. അപ്പോഴാണ് അജയനൊന്ന് പേടിക്കുന്നത്. എടോ, ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ ദേവി ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു തടസ്സവും വരരുത് ഈ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ആ കുട്ടി പറയാനുണ്ട്, അത് കൊള്ളാം, ഇതെന്തേ ഇത്രയും ലേറ്റായത്, നേരത്തെ എന്നോട് ചോദിച്ചുകൂടായിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. ആണോ, നിനക്കും എന്നെ ഇഷ്ടമായിരുന്നോ? അതെ. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കാനുണ്ടോ. ഇതൊക്കെ നമ്മുടെ അജയിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ്, ആ കുട്ടിയോട് സ്നേഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ എപ്പിസോഡിലോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്